ഹായ് ഗൈസ്. അപ്പൊ നിങ്ങള് ഇത്ര നേരം കണ്ടോണ്ടിരുന്ന ശ്രീലക്ഷ്മിയുടെ കല്യാണത്തിന് ഞങ്ങൾ വന്നൊരു വീഡിയോ ആയിരുന്നു. KP എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുതരും. അതെ, ഇതിപ്പോ ഇനി ഞങ്ങൾക്ക് അറിയില്ല. അതെ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടൺ അപ്പൊ അവളുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പ കിട്ടും. ലൈക്ക് ഷെയർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. ഞാനും മനുഷ്യേട്ടനും മോനുമായിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ഫംഗ്ഷനാണ് ശ്രീലക്ഷ്മിയുടെ കല്യാണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഒരേ കളർ തീമിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഡാൻസ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് മൂളിപ്പാട്ട് പാടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ രുദ്രു അപ്പം തന്നെ ചാടാൻ തുടങ്ങും. പിന്നെ ഇതുപോലെ പാട്ടൊക്കെ വെച്ച് അവന്റെ കാര്യം പറയണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതിനിടയിൽ എന്റെ ഫ്രണ്ട് ഒന്ന് എടുത്തതിനുള്ള അങ്കപ്പാടാണ് അവൻ അവിടെ കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സും സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് എനിക്ക് സ്റ്റേജിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് വേറൊരു ഫോട്ടോയും എടുക്കാൻ കയറി. കാണുന്നവർ കരുതിയിട്ടുണ്ടാവും ഈ പെണ്ണെന്താണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാത്തേന്ന്. ഇതാണ് ഞങ്ങളുടെ +1 +2 ടീം. അതിനിടയിൽ തക്കടും കൂടി നിൽക്കുന്നുണ്ട്. എല്ലാവരും കല്യാണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോയ്സ് ഒക്കെ കുറച്ച് പേര് നേരം വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ അവരുടെ കൂടെയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നത്. അതിനുശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു, ഞാനും അനുചേട്ടനും മോനും കൂടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ വിമലയിൽ, അതായത് കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. ഇത് ശ്രീലക്ഷ്മി, ലിബിന, ഇത് അവളുടെ മോളും അനിയനാണ്. അങ്ങനെ എല്ലാവരുടെയും കൂടി ഫോട്ടോ എടുക്കാൻ കയറിയിട്ട് അവസാനം ഞാൻ ആ സ്റ്റേജിൽ നിന്നൊന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി സദ്യയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാൻ പോവാണ്. അതിനിടയിൽ എൻ്റെ 2-3 സബ്സ്ക്രൈബേഴ്സ്, അതായത് എന്നെ അറിയുന്ന എനിക്കറിയാത്ത ഈ ശ്രീലക്ഷ്മിയുടെ കുറച്ച് കസിൻസും ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ അവരെന്നെ വന്നിട്ട് മീറ്റ് ചെയ്തിരുന്നു. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്, ഞാൻ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ എത്തി. അവിടെ എത്തിയപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സീറ്റ് കിട്ടി. ഞങ്ങളിത് സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ്. അടിപൊളി സദ്യ ആയിരുന്നു. മോന് കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അവൻ അപ്പം അവിടെ അലമ്പുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവന് പഴം പുഴുങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴമാണ് ഞാൻ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അനുചേട്ടൻ വേഗം ഫുഡ് കഴിച്ചിട്ട് അവനെ എടുത്തിട്ട് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു ലൈനിലുള്ള എല്ലാവരുടെയും ഊണ് കഴിഞ്ഞു, ഞാൻ മാത്രമാണ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സദ്യ കഴിക്കാനുള്ള വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ശ്രീദേവി എന്ന് പറഞ്ഞൊരു പൊട്ടത്തീനെയാണ്. കാര്യം അവൾ എൻ്റെ കൂട്ടുകാരിയാണെങ്കിലും ക്യാമറ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണമെന്ന് പോലും അറിയില്ലാത്തൊരു മണ്ടത്തിക്കാണ് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തതെന്ന് പിന്നീട് ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ വായിക്ക് അകത്ത് കയറിയിട്ട് അവൾ വീഡിയോ എടുക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയത് വെച്ച് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. വേഗം ചോറുണ്ട് തീർത്ത് ഒരു പപ്പടം കൂടി മേടിച്ച് പാലട പായസം കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഫോട്ടോ സെക്ഷൻ ആണ്. കല്യാണത്തിന് ചെക്കനും പെണ്ണും പോലും ഇത്ര അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവില്ല. അതുപോലെയാണ് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നത്. എത്ര എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ഇത്രയും പേരാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 2 ബോയ്സ് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗേൾസും കുറെ പേരൊക്കെ വരാനുണ്ടായിരുന്നു കേട്ടോ. ഓരോ സാഹചര്യങ്ങൾ കാരണം അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഒടുക്കത്തെ ഫോട്ടോഷൂട്ട് കാരണം ചെക്കനും പെണ്ണും ഇറങ്ങുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഓടി അവിടെ എത്തുമ്പോഴേക്കും കാർ അതിന്റെ പാട്ടിന് പോയി. എന്തായാലും അവര് പോയി. അപ്പന് കുറച്ചുകൂടി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാന്ന് കരുതി. രുദ്രു ആണെങ്കിൽ നല്ല ആക്റ്റീവാണ്. ഓരോരുത്തരുടെ കയ്യിലേക്ക് മാറി മാറി പോയി കളിച്ചോണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇനി ഓരോരുത്തരായിട്ട് പോവാൻ നിൽക്കുകയാണ്. അനുചേട്ടൻ അവിടെ കട്ട പോസ്റ്റായിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ സ്ഥലത്തേക്ക് അനുചേട്ടൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ വരില്ല എന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാൻ നിന്നിട്ട് തന്നെ അനുചേട്ടൻ ഏതാണ്ട് ഒരു വഴിക്കായിട്ടുണ്ട്. രുദ്രു നല്ല ചില്ലാണ്. അവൻ ഓരോരുത്തരായിട്ട് ഇതുപോലെ മാറി മാറി എടുത്തോണ്ടിരിക്കുകയാണല്ലോ. അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതോടുകൂടി ഒരാളുടെ കൂടി കല്യാണം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറെ കാലത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളും പോവുകയാണ്, എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.